പ്രിയപ്പെട്ട താങ്കൾക്ക്, ഇന്ന് നമ്മൾ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരു വലിയ നന്ദിയെ കണ്ടോ? ഓക്കെ, എന്തോ ഇല്ലാന്ന് നോക്ക്, ഉണ്ടോ? അതുപോലെ തന്നെ ഇതാണ് ശിവക്ഷേത്രത്തിൻ്റെ മുൻഭാഗം, ഉണ്ടോ? ഇവിടെയാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശിവലിംഗം ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. നമ്മളൊന്ന് അകത്തേക്ക് പോയിട്ട് നോക്കാം. പിന്നെ തൊഴുതിറങ്ങി. ഈ ക്ഷേത്രത്തിന് ഭയങ്കര പ്രത്യേകത കേട്ടോ. ഇവിടെ ശിവലിംഗമല്ല, ശിവനും പാർവതിയും പ്രതിഷ്ഠയായിട്ടാണ്. അതായത് ശിവൻ്റെ നിൽക്കുന്ന രൂപമായിട്ടാണ്. പാർവതി അങ്ങനെ തന്നെ. ഇവിടെ ഗംഗ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലം വയ്ക്കാം. മറ്റേ ശിവലിംഗത്തിന് ഗംഗ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വലം വയ്ക്കാൻ പറ്റാത്തത്. അതുമാത്രമല്ല, 12 പ്രധാനപ്പെട്ട ശിവക്ഷേത്രം, അതായത് കേദാരനാഥ്, സോമനാഥ്, രാമേശ്വരം, നാഗേശ്വരം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ അമ്പലങ്ങളിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്നിട്ടുള്ള 12 ശിവലിംഗങ്ങളുണ്ട്. അതായത് അതേ രീതിയിലുള്ള 12 ശിവലിംഗം. അവിടുത്തെ എങ്ങനെയാണോ പ്രതിഷ്ഠ, സമാനമായിട്ടുള്ള പ്രതിഷ്ഠയിലുള്ള ശിവലിംഗം ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ വെച്ചിട്ട് അതിനെ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം, അത് നമുക്ക് തൊഴാം. അവിടെ നമുക്ക് ഈ പറയുന്ന മണിയടിക്കാം. ഓരോ ശിവലിംഗത്തിൻ്റെ മുന്നിൽ ഓരോ മണി വെച്ചിട്ടുണ്ട്, ആ മണി അടിക്കാം. അതും ഞാൻ ഇന്നുവരെ കാണാത്തൊരു അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന വലിയൊരു ശിവലിംഗമാണ്. അതായത് ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശിവലിംഗം എന്നറിയപ്പെടുന്നത് ഇവിടെയാണ്. അതിന് ചേർന്ന് തന്നെ ഹനുമാനും ഉണ്ട്. കണ്ടോ, ഹനുമാനെ കണ്ടോ? ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് 111 അടി ഹൈറ്റുള്ള ശിവലിംഗമാണ് കേട്ടോ. 111 അടി. അതേപോലെ തന്നെ ഹനുമാൻ്റെ ഇതിന് 64 അടി നീളമുണ്ട്. കണ്ടോ, അത്രയും വലുതാണ്. കണ്ടോ, അത്രയും വലുതാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഈ ക്ഷേത്രം തന്നെയാണ്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇവിടെ 32 ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. അതായത് ബാലഗണപതി തുടങ്ങിയിട്ട് സങ്കടഹര ഗണപതി വരെ 32 ഭാവങ്ങൾ. ആ 32 ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠ, അവിടെയാണ് മഹാഗണപതി ഹോമം ചെയ്യുന്നത് കേട്ടോ. അവിടെയാണ് മഹാഗണപതി ഹോമം ചെയ്യുന്നത്. ആ 32 ഭാവങ്ങൾ എന്ന് വെച്ചാൽ സൂര്യരശ്മിയെ നമ്മൾ 32ആയി തരംതിരിക്കുന്നത് പോലെ, അതായത് ലേസർ രശ്മി അങ്ങനെ ഓരോന്നായിട്ട് തരംതിരിക്കുമല്ലോ, അതേപോലെ തന്നെ 32 ഭാവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലുള്ള 32 തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ശക്തിയാണ് ഗണപതിയുടെ 32 ഭാവങ്ങളാണ്. അല്ല, ഓരോ കാര്യങ്ങളും ശക്തി ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, നൃത്ത ഗണപതി, അങ്ങനെ ഒരുപാട് ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെല്ലാം തന്നെ വിശിഷ്ടമാണ്. അതും കാണേണ്ടതാണ്. ഈ അമ്പലത്തിൽ അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഈ അമ്പലത്തിലുണ്ട്. ആ പ്രത്യേകതകൾ ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ടത് തന്നെയാണ്.